ദൃശ്യം എന്ന സിനിമ ഏതൊക്കെ മലയാള സിനിമകളുടെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് ആണ് തകർത്തതെന്ന് പരിശോധിക്കാൻ നമുക്ക് അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ. നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലണ്ടൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. കഴിഞ്ഞ മാസം മെയ് 21 പടം ലാസ്റ്റ് വീക്ക് തിയേറ്റർ റിലീസിന് വന്ന് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. എന്തായാലും പടത്തിന്റെ 18 ദിവസത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലാണ് സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ത്രൂ നോക്കാൻ പോകുന്നത്. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഞായറാഴ്ചയൊക്കെ നല്ല ഹോൾഡ് കാണുന്നുണ്ട്. 1,80,00,000 ഞായറാഴ്ച. അത് മൂന്നാം ഞായർ സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിച്ചു. നിലവിൽ നമ്മുടെ 2018 എന്ന സിനിമയിൽ തൊട്ട് പിന്നാലെയാണ് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമേന്റെയും അതുപോലെ തന്നെ പുലിമുരുകൻ, ആടുജീവിതം സിനിമയുടെ കളക്ഷൻ മറികടന്ന് ദൃശ്യം സിനിമ നിൽക്കുന്നത്. ദൃശ്യം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 18 ദിവസം കൊണ്ട് 86,20,00,000 കേരള ബോക്സ് ഓഫീസ്. നമ്മുടെ ആടുജീവിതം എന്ന സിനിമയുടെ 79,28,00,000 മറികടന്നു. പിന്നെ നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ 85,10,00,000 തകർത്ത് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുരുകൻ സിനിമയുടെ. പിന്നെ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് 86,25,00,000. ആ ഒരു സിനിമേന്റെയും ലൈഫ് ടൈം കളക്ഷൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം പുലിമുരുകൻ, എമ്പുരാൻ സിനിമ, ലാലേട്ടൻ സിനിമകളെ തന്നെ നമ്മുടെ ലാലേട്ടൻ ദൃശ്യം 3 തകർത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ 2018 എന്ന സിനിമയുടെ കളക്ഷൻ തന്നെയാണ് 89,20,00,000. പിന്നെ നമ്മുടെ തുടരും സിനിമ നിൽക്കുന്നുണ്ട് 118,90,00,000. എന്തായാലും അത്ര മേലെ പോകാൻ ചാൻസ് ഇല്ല നിലവിലത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ. കാരണം അതിന് മുമ്പ് തന്നെയായിട്ട് ആമസോൺ പ്രൈം ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപനം പറയുന്നതായിരിക്കും എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട്. പിന്നെ ലോക സിനിമയാണ് തലപ്പത്ത് 121,95,00,000. പിന്നെ നമ്മുടെ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഓൾ ടൈം ഇൻഡസ്ട്രി അടിച്ച നമ്മുടെ വാഴ 2 129,54,00,000 സിനിമയുടെ ബോക്സ് ഓഫീസ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏതൊക്കെ സിനിമകളെ തകർത്തു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം തുടരും സിനിമയെ തന്നെയാണ് ദൃശ്യം 3 തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് 234 കോടിനടുത്താണ് നമ്മുടെ തുടരും സിനിമയുടെ ഫൈനൽ ലൈഫ് ടൈം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മുടെ ദൃശ്യം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 234,97,00,000. 235 കോടി കംപ്ലീറ്റ് ആവുകയാണ് സിനിമയ്ക്ക് തിങ്കളാഴ്ചത്തെ ബോക്സ് ഓഫീസോടെ. അങ്ങനെ തുടരും സിനിമയുടെ ലൈഫ് ടൈം വേൾഡ് വൈഡ് നമ്മുടെ ദൃശ്യം 3 സിനിമ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ വാഴ 2 എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തന്നെയാണ് സിനിമയ്ക്ക് തകർക്കാനുള്ളത്. അപ്രോക്സായിട്ട് വാഴ 2 നേടിയെടുത്തത് 238 കോടിനടുത്താണ് വേൾഡ് വൈഡ് ഫൈനലായിട്ട്. പിന്നെ മഞ്ഞുവൽ ബോയ്സ് ഉണ്ട് 241,46,00,000. പിന്നെ എമ്പുരാൻ സിനിമയുടെ 268 കോടി. പിന്നെ ലോകയുടെ 305 കോടി. എന്തായാലും ലോക അല്ലെങ്കിൽ എമ്പുരാനെ തകർക്കാൻ ചാൻസ് കുറവാണ്. മഞ്ഞുവൽ ബോയ്സിന് തകർക്കാൻ ചെറിയ രീതിയിൽ സാധ്യത കാണുന്നുണ്ട് സിനിമയ്ക്ക്. നല്ല ബോക്സ് ഓഫീസ് ഹോൾഡ് ലഭിക്കുകയാണെങ്കിൽ വരും ശനി ഞായറുകളിൽ. എന്തായാലും വർക്കിംഗ് ഡേയ്സും വലിയ രീതിയിൽ പ്രാധാന്യം വരുന്ന ദിവസങ്ങൾ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്. എത്ര പേരാണ് ദൃശ്യം 3 സിനിമ കണ്ട സിനിമയുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. കാത്തിരിക്കണം ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്. അതിനുശേഷം ഇല്ലാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ. ഇനി വിദേശത്തെ ഓവർസീസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. 112 കോടിയാണ്. നമ്മുടെ ലോകയാണ് കൂടുതൽ കളക്ഷൻ 119 കോടിയായിട്ട്. അതിന് മുന്നിൽ തന്നെയായിട്ട് എമ്പുരാൻ നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് 149 കോടിയായിട്ട്. അപ്പോൾ ഓവർസീസിൽ എന്തായാലും വലിയ രീതിയിൽ കളക്ഷൻ ഒന്നും വരാൻ പോകുന്നില്ല. ഈ ഞായറാഴ്ച സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 15 ലക്ഷമാണ് ഓവർസീസിൽ ബോക്സ് ഓഫീസ്. അതുകൊണ്ട് ഓവർസീസിന് ഇനി വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട, വലിയ കളക്ഷൻ വരുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് കണക്ഷൻ കുറവ് തന്നെയാണ്. തെലുങ്ക് പെഡ്ഡി വന്നു, പിന്നെ ബ്ലാസ്റ്റ്, പിന്നെ പെരുമലാൻഡിക്കോ ഒരുപാട് നല്ല സിനിമകൾ വന്നുകൊണ്ട് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വലിയ കളക്ഷൻ ഒന്നുമില്ല. ആകെപ്പാടെ പ്രതീക്ഷയുള്ളത് കേരള ബോക്സ് ഓഫീസ് ആണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ വെച്ചിട്ടുണ്ടാവും ഇനി വരുന്ന ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. എന്തായാലും കാത്തിരിക്കുക തന്നെ ചെയ്യാം നമുക്ക്.